നമസ്കാരം. കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് ഇന്നെന്ത് സംഭവിച്ചു? നിഗൂഢതകളുടെ 20-ാം മണിക്കൂറിലേക്ക് സ്വാഗതം. വെൽക്കം ടു 20th Hour. വയസ്സുള്ള ഒരു പെൺകുട്ടി, അവളെ മൃഗീയമായി പിച്ച് ചീന്തി എന്നുള്ള വാർത്ത നമ്മുടെ നെഞ്ചുലയ്ക്കുന്നതാണ്. അവളുടെ കണ്ണുപോലും ചൂഴ്ന്നെടുത്തു ആ പിശാചുക്കൾ എന്നുള്ളത് എങ്ങനെ കേട്ടു നിൽക്കാനാകും? ഒരു 13-കാരിയെയാണ് ഇത്തരത്തിൽ മൃഗീയമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത്. ഉത്തർപ്രദേശിലെ ലഖീംപൂർ ഖേരി ജില്ലയിലെ ഒരു കരിമ്പിൻ തോട്ടത്തിൽ നിന്നാണ് ആ 13-കാരി പെൺകുട്ടിയുടെ മൃതശരീരം കണ്ടെത്തിയത്. ആ മൃതശരീരം കണ്ട എല്ലാവർക്കും ഒരു തവണയെ അങ്ങോട്ടൊന്ന് നോക്കാൻ സാധിക്കുള്ളൂ. അത്രമാത്രം ബ്രൂട്ടലായിട്ടുള്ള കൊലപാതകമായിരുന്നു അവിടെ സംഭവിച്ചത്. ആ പെൺകുട്ടിയുടെ മൃതദേഹത്തിലേക്ക് ഒന്ന് നോക്കാൻ പോലും തങ്ങൾക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞ് കരയുന്ന ഉറ്റവരെ നമ്മൾ അവിടെ കണ്ടു. അവളുടെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തിരിക്കുന്നു, അവളുടെ മുഖം വികൃതമാക്കിയിരിക്കുന്നു. ആ ഇളം ശരീരത്തിൽ മുറിവേൽക്കാത്ത ഒരിടം പോലും ഉണ്ടായിരുന്നില്ല എന്ന് കേട്ടപ്പോൾ നെഞ്ചു നീറാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. മനസാക്ഷിയിൽ ഒരാൾക്ക് പോലും ആ മൃതശരീരത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ കേട്ടിരിക്കാൻ പോലും സാധിക്കുന്നതിനേക്കാൾ അപ്പുറമായിരുന്നു. സ്കൂളിൽ നിന്ന് മടങ്ങവെയായിരുന്നു ആ 13 വയസ്സുകാരി പെൺകുട്ടിയെ കാണാതായത്. അവളെ കാണാനില്ല എന്നറിഞ്ഞ നിമിഷം മുതൽ അവളുടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകി. രാത്രി വൈകിയും പെൺകുട്ടി തിരിച്ചെത്തിയില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ആ മാതാപിതാക്കൾ വീണ്ടും പോലീസിൽ ബന്ധപ്പെട്ടു. പക്ഷേ രാത്രിയായിട്ടും പെൺകുട്ടി തിരിച്ചെത്തിയില്ല എന്നറിഞ്ഞിട്ട് പോലും FIR ഇടാനോ ആ പെൺകുട്ടിക്കായി ഊർജിതമായ ഒരു തിരച്ചിൽ നടത്താനോ അന്വേഷണ സംഘം തയ്യാറായില്ല, ആ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്നതാണ് ഇവിടെ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം. പിറ്റേന്ന് രാവിലെ ആ നാട്ടിലെ ഗ്രാമവാസികളാണ് വികൃതമായി കിടക്കുന്ന രീതിയിൽ ആ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടത്. അതിനുശേഷം ആ ഗ്രാമവാസികൾ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസിന്റെ നിഷ്ക്രിയത്വമാണ് തങ്ങളുടെ മകളെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ആ 13-കാരി പെൺകുട്ടിയുടെ അമ്മ വേദനയോടുകൂടി പറയുന്നത്. കൃത്യസമയത്ത് പോലീസ് ഇടപെട്ടിരുന്നെങ്കിൽ, പരാതി രജിസ്റ്റർ ചെയ്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആ പെൺകുട്ടി അവർക്ക് ജീവനോടെ കിട്ടുകയെങ്കിലും ചെയ്യുമായിരുന്നു അത്രേ. യഥാർത്ഥത്തിൽ ആ കുടുംബം പറഞ്ഞത് ശരിയല്ലേ? ആ കുടുംബത്തിന്റെ ആരോപണം ശരിയല്ലേ? പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ പെൺകുട്ടിക്കായി ആ പോലീസ് ഊർജിതമായി ഒന്ന് അന്വേഷിച്ചിറങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവളെ ജീവനോടെ കിട്ടുമായിരുന്നു. അവൾക്കായി ആത്മാർത്ഥമായ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവളെ ഒരുപക്ഷെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. എന്തായാലും നിയമപാലകർ ആ പെൺകുട്ടിയെ രക്ഷിച്ചില്ല. ഇനി ഉണ്ടാവേണ്ടത് ആ നരാധമന്മാരെ, ആ പെൺകുട്ടിയെ പിച്ചി ചീന്തിയ, അവളുടെ സുന്ദരമായ മുഖം വികൃതമാക്കിയ, അവൾ ലോകത്തെ കണ്ട കണ്ണുകൾ ചൂഴ്ന്നെടുത്ത ആ നരാധമന്മാരെ പിടികൂടുക എന്നുള്ളതാണ്. അവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്ന് മാതൃകാപരമായ ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കാനെങ്കിലും ആ പോലീസ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും സംഭവത്തിൽ ലഖീംപൂർ ഖേരി പോലീസ് സൂപ്രണ്ട് ഗണേഷ് പ്രസാദ് സാഹ സ്ഥലത്തെത്തി ആ പ്രദേശം അദ്ദേഹം സന്ദർശിക്കുന്നു. അതിനുശേഷം അവിടെയുള്ള ആളുകളുടെ മൊഴിയെടുക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഈ കേസ് അന്വേഷിക്കാൻ 3 അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. SP ഈ മൃതശരീരം കണ്ടപ്പോൾ പറഞ്ഞ SP-യുടെ വാക്കുകൾ, അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വാക്കുകൾ അതിങ്ങനെയാണ്: പ്രാഥമിക പരിശോധനയിൽ പെൺകുട്ടിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്നാണ് മനസ്സിലാവുന്നത്. ശരീരത്തിൽ ധാരാളം പരിക്കുകളുണ്ട്. ആ പെൺകുട്ടിയുടെ മൃതശരീരത്തിൽ പരിക്കില്ലാത്ത ഒരിടം പോലും ഇല്ല എന്ന്
പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നു. നോക്കൂ, ഒരു 13-കാരി പെൺകുട്ടിയാണ്. അവളുടെ ശരീരത്തിൽ മുറിവില്ലാത്ത ഒരിടം പോലും ഇല്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം ആ പിഞ്ചുകുഞ്ഞ് അവൾ വേദന സഹിച്ചായിരിക്കും ഈ ലോകത്തിൽ നിന്ന് പോയിട്ടുണ്ടാവുക. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വരൂ എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. സത്യം പുറത്തു കൊണ്ടുവരാൻ തങ്ങൾ കൃത്യമായി ശ്രമിക്കുമെന്ന് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത് മാത്രമല്ല, സംശയമുള്ള എല്ലാവരെയും തങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ട്. കുടുംബത്തിന്റെ മൊഴിയെടുത്തു. കുടുംബത്തിന് നിലവിൽ ആരെയും സംശയമില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നത്. നമ്മൾ ഓർക്കേണ്ടത് 13 വയസ്സുകാരി പെൺകുട്ടിയാണ്. അവളെ മനസ്സിലാവാത്ത തക്കവണ്ണം പിച്ചി ചീന്തിയിരിക്കുന്ന നരാധമന്മാരാണ് അവിടെ ഉള്ളത്. അവളെ കൊന്നുകളഞ്ഞതാണ്. അതും അതിമൃഗീയമായിട്ടാണ് ആ പെൺകുട്ടിയെ കൊന്നുകളഞ്ഞത്. എന്തായാലും ആ മനുഷ്യമൃഗത്തെ ഇനി ഒരാളല്ല, ഒന്നിൽ പരം ആളുകൾ ഉണ്ടെങ്കിൽ ആ നരാധമന്മാരെ കണ്ടെത്തി കൃത്യമായി ശിക്ഷ വിധിച്ചേ മതിയാകൂ. നമ്മൾ ജീവിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലാണല്ലേ, AI-യുടെ ഒക്കെ കാലത്ത്. പക്ഷേ ഇപ്പോഴും നേരം വെളുക്കാത്ത പലരും നമുക്ക് ചുറ്റുമുണ്ട് എന്ന് പലപ്പോഴും തോന്നിപ്പോവാറുണ്ട്. ദിവ്യഗർഭം ധരിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുവതിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ച ഒരു സംഭവത്തിന്റെ കഥയിലേക്കാണ് പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ ദിവ്യഗർഭമോ, ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ പറയാൻ പോകുന്നത് അങ്ങ് UP-യിലെയോ മധ്യപ്രദേശിലെയോ ഒന്നും കാര്യമല്ല. ഇങ്ങ് കേരളത്തിൽ നമ്മുടെ മലപ്പുറത്ത് സംഭവിച്ചൊരു വാർത്തയിലേക്കാണ് പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത്. ഒരു ദിവ്യഗർഭമുണ്ടാക്കിയ കാര്യത്തിലേക്കാണ്. അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നവർ ഇക്കാലത്തും ഈ 21-ാം നൂറ്റാണ്ടിലും ഉണ്ട് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഈ സംഭവങ്ങൾ. ഇത്തരത്തിൽ ഇക്കാലത്തും ആളുകളെ പറഞ്ഞു പറ്റിക്കാൻ ആളുണ്ട് എന്നതും ആ പറഞ്ഞു പറ്റിക്കപ്പെടാൻ ആളുകൾ ഉണ്ട് എന്നുള്ളതും തന്നെയാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. ആളുകളെ അന്ധവിശ്വാസം പറഞ്ഞ് കബളിപ്പിക്കാൻ എന്തുമാത്രം എളുപ്പമാണ് എന്നാണ് ഈ വാർത്ത പുറത്തെത്തിച്ചപ്പോൾ, ഈ വാർത്ത ലഭിച്ചപ്പോൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നിയ ഒരു കാര്യം. ദിവ്യഗർഭം ധരിപ്പിക്കാമെന്ന് പറഞ്ഞ യുവതിയെ ബലാത്സംഗം ചെയ്തയാൾ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മലപ്പുറം കാളികാവ് സ്വദേശി സജിൻ ഷറഫുദ്ദീനെയാണ് തിരുവനന്തപുരത്ത് നിന്ന് കൊളത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒരു ആത്മീയ യൂട്യൂബ് ചാനൽ വഴിയാണ് സജിൻ ഷറഫുദ്ദീനെ ഈ യുവതി പരിചയപ്പെട്ടത്. മിറാക്കിൾ പാത്ത് എന്നാണ് ഇയാളുടെ യൂട്യൂബ് ചാനലിന്റെ പേര്. പ്രേക്ഷകർ ഒന്നുകൂടെ ശ്രദ്ധിക്കാൻ പറയുന്നു. മിറാക്കിൾ പാത്ത് എന്നാണ് ഇയാളുടെ, ഈ സിദ്ധനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഇയാളുടെ യൂട്യൂബ് ചാനലിന്റെ പേര്. താൻ മഹ്ദി ഇമാം എന്നാണ് ഇയാൾ അവകാശപ്പെടുന്നത്. മഹ്ദി ഇമാം എന്ന് അവകാശപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇയാൾ മിറാക്കിൾ പാത്ത് എന്ന യൂട്യൂബ് ചാനൽ നടത്തി വരുന്നത്. ഈ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള ഈ മിറാക്കിൾ പാത്ത് എന്ന യൂട്യൂബ് ചാനല് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് എന്നുള്ളത് കൂടിയാണ്. ആഭിചാരക്രിയ തനിക്ക് വശമുണ്ട് എന്ന് വിശ്വസിപ്പിച്ചാണ് ഇയാൾ യുവതിയുമായി ബന്ധം സ്ഥാപിച്ചത്. ഈ ആഭിചാരത്തിലൂടെ തനിക്ക് ദിവ്യഗർഭം ഉണ്ടാക്കിത്തരാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞാണ് ആ യുവതിയുമായി അയാൾ അടുപ്പം കാണിക്കുന്നതും അതിനുശേഷം യുവതിയെ ബലാത്സംഗം ചെയ്യുന്നതും എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കൊടുത്തിട്ടുള്ള കള്ളക്കേസാണ്. ഇതിൽ സത്യം ജയിക്കും. ഇതിനെതിരെ കൊടുത്തിട്ടുള്ള കള്ളക്കേസാണ് സത്യം ജയിക്കും. പരാതിക്കാരിയുടെ ക്വാർട്ടേഴ്സിലേക്ക് അതിക്രമിച്ച് ചെന്നാണ് ഈ
പ്രതി. ഇപ്പോൾ പ്രേക്ഷകർ അയാളുടെ ദൃശ്യം വളരെ വ്യക്തമായി കണ്ടല്ലോ അല്ലെ, അയാളുടെ ആ ഒരു രൂപവും ഭാവവും പ്രേക്ഷകർ കണ്ടല്ലോ അല്ലെ. ഇയാളാണ് ഈ കേസിലെ പ്രതി, ഇയാളാണ് താൻ സിദ്ധനാണ് എന്ന് പറയുന്നത്. ആ സിദ്ധൻ തനിക്ക് യുവതിക്ക് ദിവ്യഗർഭം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാണ് ആ യുവതിയുമായി ബന്ധം സ്ഥാപിക്കുന്നത്. അയാൾ ഈ പെൺകുട്ടിയുമായി ഈ യുവതിയുമായി അടുപ്പം സ്ഥാപിക്കുന്നു. അതിനുശേഷം അവർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലേക്ക് അതിക്രമിച്ചു കയറുന്നു, അവരെ ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതി പുറത്തു വരുന്നത്. അയാളുടെ രൂപവും ഭാവവും ഒക്കെ ശ്രദ്ധിച്ചല്ലോ. ഇപ്പോഴും ഇത്തരം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ ഈ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഉണ്ട്. നമ്മളെല്ലാവരും പ്രബുദ്ധരാണ് എന്ന് സ്വയം വിശ്വസിക്കുന്ന ഈ നാട്ടിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതിൽ വിശ്വസിക്കാൻ ആളുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. എന്നാലും ഈ പെൺകുട്ടി പോലീസിൽ പരാതി നൽകി എന്നറിഞ്ഞതിന് ശേഷം ഇയാൾ ഒളിവിലായിരുന്നു. തിരുവനന്തപുരത്താണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞത്. തിരുവനന്തപുരത്ത് എത്തി തന്നെയാണ് ഇയാളെ പോലീസ് പിടികൂടുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴുള്ള അയാളുടെ ആ ഒരു രൂപമൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലെ. പോലീസ് അറസ്റ്റ് ചെയ്ത സമയത്ത് മാധ്യമങ്ങളെയൊക്കെ കൈവീശി കാണിച്ചുകൊണ്ട് സത്യം ജയിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അയാൾ പോകുന്നത്. ഇപ്പോൾ നമുക്ക് വളരെ വ്യക്തമായി കാണാം, മാധ്യമങ്ങളെയൊക്കെ കൈവീശി കാണിച്ച എന്തോ ഒരു വിജയിച്ച ഒരാൾ വലിയ സന്തോഷത്തോടു കൂടി കടന്നു പോകുന്ന ഒരാളെ പോലെ ആയിരുന്നു അയാളുടെ വരവൊക്കെ. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. നല്ല കേസാണ്, ജയിച്ചു വരും. എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അയാൾ മുന്നോട്ട് പോയത്. എന്തായാലും ഇയാൾക്കെതിരെ സമാനമായ വേറെയും കേസുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നിരവധി സ്ത്രീകൾ, അതാണ് ശ്രദ്ധിക്കേണ്ടത്, നിരവധി സ്ത്രീകൾ ഇയാൾക്കെതിരെ പരാതിയുമായി രംഗത്ത് എത്തിയെന്നുമുള്ള സൂചനയും ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ സംഭവം വ്യക്തമാക്കുന്നത് ഇപ്പോഴും നേരം വെളുക്കാത്ത കുറേ മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അന്ധവിശ്വാസം, ആഭിചാരക്രിയയിലൊക്കെ വിശ്വസിക്കുന്ന കുറേ ആളുകൾ ഇപ്പോഴും ഈ 21-ാം നൂറ്റാണ്ടിലും ഈ എയുടെ കാലത്തും നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ വ്യാജ സിദ്ധനും ഒപ്പം ഈ ദിവ്യഗർഭവും വ്യക്തമാക്കുന്നത്. ബോഡി ഷേമിങ്ങിന്റെ കാലമൊക്കെ കഴിഞ്ഞുവെന്ന് ബോധ്യം വരാത്ത കുറേ മനുഷ്യർ ഇപ്പോഴും നമുക്ക് ചുറ്റുമുണ്ട്. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് സ്വയം ആനന്ദം കണ്ടെത്തുന്നവർ. അവർക്ക് ശരിക്കും പറഞ്ഞാൽ അസുഖമാണ്, നല്ല ചികിത്സ കിട്ടിയാൽ മാത്രം മാറാവുന്ന അസുഖമുള്ള ആളുകളാണ് അവരൊക്കെ. പറഞ്ഞു വരുന്നത് മധ്യപ്രദേശിൽ 2 യുവദമ്പതിമാർ അവർ വിവാഹം കഴിക്കുന്നു. മറ്റുള്ള സാധാരണക്കാരെ പോലെയൊക്കെ തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ട ദിവസം, സന്തോഷമുള്ള ദിവസം അവർ സമൂഹ മാധ്യമങ്ങളിൽ ആ ഫോട്ടോസ് അവർ പങ്കുവെക്കുന്നു. പിന്നാലെ സംഭവിച്ചത് അവർക്ക് നേരെ അസഭ്യവർഷമാണ്. എന്തിനെന്നല്ലേ പറയാം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ കണ്ടില്ലേ ആ ദൃശ്യങ്ങളിൽ കണ്ട ആ നവദമ്പതിമാർ, വലിയ സന്തോഷത്തോടു കൂടി തങ്ങളുടെ പ്രിയപ്പെട്ട ദിവസം ആഘോഷിക്കുന്ന ആ നവദമ്പതിമാരെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇവർ രണ്ടുപേരും മധ്യപ്രദേശുകാരാണ് കേട്ടോ. ഈ മധ്യപ്രദേശിലുള്ള ഋഷഭ് രജപുത്തിന്റെയും ഷോണാലി ചൗക്സിന്റെയും വിവാഹ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. ഇവർ വലിയ സന്തോഷത്തോടു കൂടി തങ്ങളുടെ വിവാഹം ആഘോഷമാക്കുന്നു. ആ വിവാഹ ചിത്രങ്ങൾ അവർ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നു. പിന്നീട് കണ്ടത് സമൂഹ മാധ്യമത്തിലെ ഒരു കൂട്ടം ആളുകൾ അവർക്ക് നേരെ അധിക്ഷേപ വർഷം ചൊരിയുന്നതാണ്. 11 വർഷത്തിന്റെ പ്രണയത്തിന് ഒടുവിലാണ് ഈ രണ്ടുപേരും വിവാഹം കഴിച്ചത്. ശ്രദ്ധിക്കണം, 11 വർഷം പ്രണയിച്ചാണ് ഈ 2 പേരും വിവാഹം കഴിച്ചിരിക്കുന്നത്. മറ്റ് വധൂവരന്മാരെ പോലെ വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ ഇവർ തങ്ങളുടെ വിവാഹശേഷം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. പിന്നാലെ
വരനെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു പറ്റബാളുകൾ ഇവരുടെ ഈ വിവാഹ ഫോട്ടോയ്ക്ക് നേരെ അധിക്ഷേപ വർഷം ചൊരിയുന്ന കാഴ്ചയാണ് കണ്ടത്. അതെന്തിനെന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ. ആ വരന് അല്പം കറുത്തതാണത്രേ. എന്ത് മറുപടിയാണ് ഇത്തരക്കാർക്ക് കൊടുക്കേണ്ടത് എന്ന് എനിക്കറിയില്ല. ആ പെൺകുട്ടിക്ക്, ആ പെൺകുട്ടിയുടെ കുടുംബത്തിന്, രണ്ടുപേർക്കും കുഴപ്പമില്ല. പക്ഷേ കുഴപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നാട്ടുകാർക്കാണ്. വരന്റെ നിറത്തെക്കുറിച്ചായിരുന്നു നവദമ്പതികളെ ഒരു പരിചയം പോലുമില്ലാത്ത സമൂഹ മാധ്യമ ഉപയോക്താക്കളുടെ അഭിപ്രായ പ്രകടനം മുഴുവൻ എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. പ്രണയിച്ചത് അവരാണ്, വിവാഹിതരായതും അവരാണ്. സോഷ്യൽ മീഡിയയിലെ ചിലർക്കാണ് പ്രശ്നമുള്ളത്. നല്ല ചികിത്സ കിട്ടേണ്ട അസുഖമെന്ന് നമുക്കൊക്കെ ഇത് കേൾക്കുന്ന പലർക്കും ഇപ്പോൾ തോന്നിപ്പോകുന്നുണ്ടാകുമല്ലേ? ഏത് നൂറ്റാണ്ടിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്ന് പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ നമ്മളൊക്കെ ചോദിച്ചു പോവുകയാണ്. നിറം കുറഞ്ഞുപോയി എന്നതിന്റെ പേരിൽ ഋഷഭ് എന്ന ആ ചെറുപ്പക്കാരൻ മാത്രമല്ല അധിക്ഷേപം നേരിട്ടത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഋഷഭിന്റെ പണവും സ്വത്തും കണ്ടാണ് ഈ ഷോണാലി എന്ന ഈ പെൺകുട്ടി അയാളെ വിവാഹം കഴിച്ചത് എന്നാണ് ചില ആളുകളുടെ അഭിപ്രായം. ചില ആളുകളുടെ കമന്റ് അതാണ്. മറ്റു ചിലർ പറയുന്നത് ഇങ്ങനെയാണ്: ഋഷഭ് ഒരു പക്ഷേ സർക്കാർ ജോലിക്കാരനായിരിക്കാം, ആ സർക്കാർ ജോലി കണ്ടാണ് ആ പെൺകുട്ടി അയാളെ വിവാഹം കഴിച്ചതെന്ന്. പക്ഷെ ഇത്തരത്തിലുള്ള ഇവരെ ഒരു പരിചയവുമില്ലാതെ വെറുതെ സോഷ്യൽ മീഡിയ വാളിൽ നിന്ന് കമന്റ് ഇടുന്നവരൊന്നും അതിൽ ഒരാൾ പോലും അവരുടെ ആ 11 വർഷത്തെ സുന്ദരമായ പ്രണയത്തെക്കുറിച്ചോ അതിനുശേഷമുള്ള മനോഹരമായ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചോ അല്ല പറയുന്നത്. ആ പുരുഷൻ, ആ വരൻ അല്പം നിറം കുറഞ്ഞു പോയി എന്നുള്ളതാണ് അയാൾക്ക് മറ്റുള്ളവർ കണ്ട കുറ്റം എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ആ പെൺകുട്ടി ആ നിറം കുറഞ്ഞ പുരുഷനെ ചൂസ് ചെയ്തത്, അല്ലെ അയാളെ സ്വീകരിച്ചത് അവൾ അയാളുടെ സ്വത്തോ അതല്ലെങ്കിൽ അയാളുടെ ജോലിയോ കണ്ടിട്ടാണ് എന്നാണ് ഒരു പറ്റം ആളുകൾ പറയുന്നത്. കമന്റ് ബോക്സിലിരുന്ന് തള്ളുന്ന ഒരാൾ പോലും അവരുടെ വിവാഹ ജീവിതത്തെക്കുറിച്ചോ പ്രണയത്തെക്കുറിച്ചോ ഒരക്ഷരം പോലും ഉരിയാടിയില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ഇവിടെ പറഞ്ഞു വരുന്നത് ആ പെൺകുട്ടിക്കോ ആ യുവാവിനോ അവരുടെ കുടുംബത്തിനോ ഒരു പ്രശ്നവുമില്ല. പിന്നെ കണ്ടു നിൽക്കുന്ന നമുക്കൊക്കെ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു പോവുകയാണ്. നമുക്കൊക്കെ എന്ത് അർഹതയാണ് ഇത്തരത്തിൽ മറ്റുള്ളവരെ കുറ്റം പറയാനുള്ളത്? നാം സ്വയം നമ്മളെ തന്നെ ഒന്ന് നോക്കിയതിനു ശേഷമല്ലേ മറ്റുള്ളവരെ വിമർശിക്കേണ്ടത്, മറ്റുള്ളവരെ കുറ്റം പറയേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചോദ്യം. എനിക്ക് പ്രേക്ഷകരോട് ചോദിക്കാനുള്ളത് അത് തന്നെയാണ്. എന്തായാലും താൻ ജീവിതകാലം മുഴുവൻ ഇത്തരത്തിൽ അധിക്ഷേപത്തിന് ഇരയായ ഒരാളാണെന്ന് പറഞ്ഞുകൊണ്ട് ആ വരൻ പിന്നീട് സമൂഹ മാധ്യമത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണ് നമ്മളൊക്കെ കണ്ടത്. അത്തരത്തിൽ തൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം, തൻ്റെ സുന്ദരമായ ഒരു ദിവസം അവരുടെ സമൂഹ മാധ്യമത്തിൽ പങ്കുവയ്ക്കുന്നു. അതിൽ ആശംസകൾക്ക് പകരം ഇത്തരത്തിൽ അധിക്ഷേപങ്ങൾ വരുന്നു. സ്വാഭാവികമായും അത് ആ വരനെയും വധുവിനെയും എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് നമ്മൾ ഒരു നിമിഷം ആലോചിക്കേണ്ടതാണ്. അത്തരത്തിൽ ഗതികെട്ട അവസാനം ആ വരന് പ്രേക്ഷകരിലേക്ക് അല്ലെങ്കിൽ സമൂഹ മാധ്യമത്തിൽ തന്നെ ഒരു പോസ്റ്റ് ഇടേണ്ട അവസ്ഥയുണ്ടാകുന്നു. താൻ ചെറുപ്പം മുതലേ ഇത്തരത്തിൽ കളറിൻ്റെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ ഒരുപാട് അധിക്ഷേപങ്ങൾ കേട്ട ഒരാളാണെന്ന് ആ യുവാവിന് തുറന്നു പറയേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. എന്തിനായിരുന്നു അത്തരത്തിലൊരു സാഹചര്യം മറ്റുള്ളവർ ഉണ്ടാക്കിയത് എന്നാണ് നമ്മളൊക്കെ ആലോചിക്കേണ്ടത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഈ നാട്ടിൽ ആർക്കും എന്തും പറയാം, പക്ഷേ മറ്റുള്ള ഒരാളെ അധിക്ഷേപിക്കുന്നത് എന്തിനാണ് എന്ന് നമ്മളൊക്കെ ഇങ്ങനെ ചോദിച്ചു പോവുകയാണ്. എന്തായാലും ആ പുരുഷൻ, ആ നവവരൻ പറഞ്ഞൊരു വാക്കുണ്ട്: ഞാൻ നല്ലൊരു ഭർത്താവായിരിക്കും, ഞാൻ നന്നായി എൻ്റെ കുടുംബം നോക്കും എന്നാണ് അയാൾ പറഞ്ഞു വന്നത്. അത് മാത്രമല്ല, അയാൾക്ക് തൻ്റെ 11 വർഷത്തെ പ്രണയത്തെ പോലും ഈ സമൂഹ മാധ്യമത്തിൽ വന്ന അധിക്ഷേപ കമന്റുമായി ബന്ധപ്പെട്ട് താൻ 11 വർഷം പ്രണയിച്ചാണ് ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചത്, താൻ അവളെ പൊന്നുപോലെ നോക്കും എന്ന് പോലും പറയേണ്ട ഒരു ഗതികേട് ആ പയ്യന്, ആ വരന് ഉണ്ടായി എന്നുള്ളതാണ് ഇവിടെ ഏറെ ശ്രദ്ധേയമായ കാര്യം. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒന്നേ പറയാനുള്ളൂ: മറ്റുള്ളവർ മെലിഞ്ഞാൽ, തടിച്ചാൽ, കറുത്താൽ, വെളുത്താൽ നമുക്ക് എന്താണ്? നമുക്ക് നമ്മുടെ കാര്യം നോക്കി പോയാൽ പോരെ. ഇത്തരത്തിൽ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന കമന്റുകൾ ഇടേണ്ട എന്തെങ്കിലും ആവശ്യം നമുക്കുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ.
ഇത് പുതിയ കാലമാണ്. ഇത്തരത്തിൽ ബോഡി ഷെയ്മിംഗ് ചെയ്യുന്നു. സിനിമയേക്കാൾ വെല്ലുന്ന തിരക്കഥയാണ് നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് കേരളം കേട്ടത്, അല്ലേ? എന്തായാലും ആ കേസിൽ വിധി വരാൻ, കേരളം കാത്തിരിക്കുന്ന ആ കേസിൽ വിധി വരാൻ ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കേസിലെ മൂന്നാം പ്രതി ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നു. നടി ആക്രമിച്ച കേസിലെ മൂന്നാം പ്രതിയാണ് മണികണ്ഠൻ. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തയാൾ. ഡിസംബർ 8 അന്തിമ വിധി വരാനിരിക്കെ, കേരളം കാത്തിരിക്കുന്ന ആ വിധി വരാനിരിക്കെ ഇപ്പോഴിതാ മൂന്നാം പ്രതിയായിട്ടുള്ള മണികണ്ഠൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു. കോടതിയിൽ നേരിട്ട് ഹാജരാവേണ്ട, ആ ഡിസംബർ 8 കോടതിയിൽ നേരിട്ട് ഹാജരാകേണ്ട പ്രതി കൂടിയാണ് മണികണ്ഠൻ. ഈ കേസുകളിൽ മാത്രമല്ല, മറ്റ് പല കേസുകളിലെയും പ്രതിയാണ് മണികണ്ഠൻ എന്ന് പോലീസ് പറയുന്നു. തമ്മനം ഭാഗത്ത് വെച്ച് മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയതിന് മണികണ്ഠനെ പാലാരിവട്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച ശേഷമാണ് കൈഞ്ഞരമ്പ് മുറിച്ച് ഇയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചത്. സ്റ്റേഷന് സമീപമുള്ള കടയിൽ നിന്ന് ബ്ലേഡ് വാങ്ങി കൈയിലെ ഞരമ്പ് മുറിക്കുകയായിരുന്നു. പോലീസും നാട്ടുകാരും ചേർന്ന് ഉടനെ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചു. മുറിവ് ഗുരുതരമല്ലെന്ന് ഡോക്ടർ വ്യക്തമാക്കി. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം മണികണ്ഠനെ വിട്ടയക്കുകയായിരുന്നു. എന്തായാലും മണികണ്ഠൻ സ്ഥിരം മദ്യപിച്ച് ഇത്തരത്തിൽ പ്രശ്നമുണ്ടാക്കുന്നയാളാണ് എന്നാണ് നാട്ടുകാർ അടക്കം ഒരേ സ്വരത്തിൽ പറയുന്നത്. എന്തായാലും മണികണ്ഠന് നിലവിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും ഡിസംബർ 8 മൂന്നാം പ്രതിയായ മണികണ്ഠൻ അടക്കം കോടതിയിലേക്ക് എത്തും. ട്വന്റി അവറിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ ഇതേ സമയം വീണ്ടും കാണാം. നമസ്കാരം.